നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട. അന്ത്യം ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വെച്ച്. വിട പറഞ്ഞത് 102-ാം വയസ്സിൽ. നിലച്ചത് നൂറ്റാണ്ടിൻ്റെ സമരബീജം. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ്. VSനോടുള്ള ആദരസൂചകമായി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി. 3 ദിവസത്തെ ദുഃഖാചരണം. VS എന്നും തനിക്ക് ആവേശവും ധൈര്യവും പകർന്നു തന്ന നേതാവെന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്ന നേതാവായിരുന്നു VS എന്നും പാലോളി. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രതിഷേധത്തിനിടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട സംഭവം പൊറുക്കാനാവാത്തതെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. തുടർഭരണ സാധ്യത മുന്നിൽ കണ്ട ചിലർ മനഃപൂർവ്വം സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി. കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം തുടരുന്നു. BJP PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 10 ദിവസം റോഡ് അടച്ചിട്ടിട്ടും വാടനാകുറിശ്ശിയിലെ റോഡ് പണി പൂർത്തിയാക്കാനായില്ല. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഓട്ടോറിക്ഷകളെ കടത്തിവിടാനുള്ള സൗകര്യമെങ്കിലും ചെയ്യണമെന്ന് സമരക്കാർ. മുണ്ടൂർ തൂത പാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് തലകീഴായി മറിഞ്ഞു. കുറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ അപകടങ്ങൾക്ക് കാരണമായ കുഴികൾ താൽക്കാലികമായി അടച്ചു തുടങ്ങി. വിശദമായ വാർത്തകൾ നോക്കാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട. ദീർഘനാളായി ആശുപത്രിയിൽ കഴിയുകയായിരുന്ന VS തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:20-നാണ് അന്തരിച്ചത്. 102-ാം വയസ്സിലാണ് VSന്റെ വിയോഗം. CPMന്റെ സമുന്നതനായ നേതാവ് എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിലെല്ലാം ജനമനസ്സുകളിൽ ഇടം നേടിയ ആളായിരുന്നു VS. തിങ്കളാഴ്ച രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് ഉച്ചയോടെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലായിരിക്കും സംസ്കാരം. പാവങ്ങളുടെ പോരാളി, പടത്തലവൻ, ധീരമായ പോരാട്ടവീര്യവുമായി ജനമനസ്സുകളിൽ ഇടം നേടിയ നേതാവ്. ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനും അപ്പുറമാണ് VS എന്ന വിപ്ലവകാരിക്ക് കേരള ജനത നൽകിയ പിന്തുണയും സ്നേഹവും. കണ്ണേ കരളെ വിളിയിലുണ്ട് അതെല്ലാം. ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കും ഇനിയും ജനമനസ്സുകളിലൂടെ. ഇനിയില്ല ആ വിപ്ലവ വീര്യം. VS എന്ന 2 അക്ഷരം, 1 നൂറ്റാണ്ടിനപ്പുറം അടയാളപ്പെടുത്തിയ പേര്. അടർത്തിമാറ്റാനാവില്ല നേതാവേ നിങ്ങളെ കേരള ചരിത്രത്തിൽ നിന്ന്. തലനരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലൻ യൗവനവും. പുതിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കാത്തതാണെൻ്റെ യൗവനം. അതെ, പ്രായം തളർത്താത്ത പോരാട്ടവീര്യവുമായി ജനമനസ്സുകളിലേക്ക് ഊർജം കോരിയിട്ട നേതാവ്. VS എന്ന 2 അക്ഷരം മാറ്റി നിർത്തി കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ സമരകാല ചരിത്രത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങാനാകില്ല. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥത്വത്തോടും ദാരിദ്ര്യത്തോടും ഒരുമിച്ച് പൊരുതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ പോരാളി. കുട്ടനാട്ടെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് VSന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളും സമരോത്സുകതയും VSനെ വേഗത്തിൽ ജനകീയ നേതാവാക്കി മാറ്റി. 1940-ൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ VS പിന്നീടങ്ങോട്ട് പാർട്ടിക്ക് വേണ്ടിയുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നു. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലായ VS ലോക്കപ്പിൽ നേരിട്ടത് ക്രൂരപീഡനം. 1957-ലെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ VS കളത്തിലുണ്ടായിരുന്നു. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിരുന്നു VS. VSന്റെ ചരിത്രം എന്ന് പറയുന്നത് CPMന്റെ കൂടി ചരിത്രമാണ്. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി പിളർന്നപ്പോഴും VS തൻ്റെ റോൾ തുടർന്നു. CPIM രൂപീകരിച്ച 32 നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ, അത് വിട പറയും വരെ VS മാത്രമായിരുന്നു. 35 വർഷത്തിലധികം നിയമസഭാംഗമായ VS പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമെല്ലാമായി. പഴയ തലമുറയിലും പുതിയ തലമുറയിലും സ്വാധീനം ചെലുത്താൻ VSന് കഴിഞ്ഞു. 2006-ലാണ് VS കേരള മുഖ്യമന്ത്രിയാകുന്നത്. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരെയും VS എടുത്ത ശക്തമായ നിലപാടുകൾ കയ്യടി നേടി.
അധികാരമുള്ളപ്പോഴും ഇല്ലാതിരുന്നപ്പോഴുമെല്ലാം കേരള രാഷ്ട്രീയത്തിലെ അതികായനായി VS വാണു. തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇടതുമുന്നണിയുടെ ക്രൗഡ് പുള്ളർ. നീട്ടിക്കുറിക്കിയും ഹാസ്യം കലർത്തിയും മുനവച്ചുമുള്ള VSന്റെ പ്രസംഗങ്ങൾ എതിരാളികൾക്കു നേരെയുള്ള കൂരമ്പുകളായിരുന്നു. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. VS എന്ന രണ്ടക്ഷരം മാത്രം മതിയായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വേദികൾ ഇളകിമറിയാൻ. കണ്ണേ കരളെ വിളിച്ചുള്ള അണികളുടെ ആവേശം മാത്രം മതിയായിരുന്നു VSനും കത്തിക്കയറാൻ. പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറമായിരുന്നു VSന് ലഭിച്ചിരുന്ന പിന്തുണ. അനാരോഗ്യത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് പോലും VSന്റെ വാക്കുകൾക്കായി കേരളം കാതോർത്തു. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ സമരോത്സുകതയോട് പകരം വയ്ക്കാനും മറ്റൊരു പേരില്ല. ഇല്ല, നിങ്ങൾക്ക് മരണമില്ല, ജീവിക്കും ഇനിയും ജനമനസ്സുകളിലൂടെ. വരും തലമുറകളിലും ആവേശമായി ആളിക്കത്തും നിങ്ങൾ കൊളുത്തിയ ആ സമരാഗ്നി. ന്യൂസ് ഡെസ്ക് മലബാർ ന്യൂസ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് മുൻമന്ത്രിയും CPM നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടി. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്നയാൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയ ആൾ. VSന്റെ വിയോഗം കേരളത്തിന് തീരാ നഷ്ടമാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി അനുസ്മരിച്ചു. കേരള മന്ത്രിസഭയിൽ 2006 മന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന സംശയങ്ങൾക്കും ഏതു പ്രശ്നത്തെ സംബന്ധിച്ചും വ്യക്തമായ വീക്ഷണത്തിൽ വിശദീകരണവും നിർദ്ദേശവും എന്നും VSന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് പാലോളി മുഹമ്മദ് കുട്ടി ഓർത്തെടുത്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് VS എന്നും പാലോളി പറഞ്ഞു. മന്ത്രിസഭയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മന്ത്രിയാകുന്നതാണ്. ആ രംഗത്തെ സംബന്ധിച്ച് ഉള്ള പരിചയക്കുറവൊക്കെ ധാരാളം എനിക്കുണ്ടായിരുന്നു. ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു വിശദീകരണം, ഒരു നിർദ്ദേശം എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണ് 5 കൊല്ലക്കാലം ഞാൻ ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ശൈലിക്കുടമയായിരുന്നു VS. പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ അവരോടൊപ്പം നിന്ന് പോരാടുന്ന നേതാവായിരുന്നു VS. രാജ്യത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി ഒട്ടേറെ സമരങ്ങൾ നയിച്ച VSന്റെ വിയോഗം തീരാനഷ്ടമാണെന്നും പാലോളി പറഞ്ഞു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് VS. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഏത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ശൈലി അദ്ദേഹത്തിനുണ്ടായി. രാജ്യത്തുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ നിന്ന് പോരാടി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ച നേതാവായി. അങ്ങനെയുള്ള ഒട്ടേറെ പ്രസ്ഥാനത്തിന് അനുഗുണമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നേതാവ് സഖാവിൻ്റെ വിയോഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്നുള്ളതാണ് സത്യം.
ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രതിഷേധത്തിനിടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട സംഭവം പ്രതിഷേധക്കാർക്കെതിരെ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മുന്നേറ്റമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. കച്ചവടവൽക്കരിക്കപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖലയെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചു. തുടർഭരണ സാധ്യത മുന്നിൽ കണ്ട ചിലർ മനഃപൂർവ്വം സർക്കാരിനെ ഇകഴ്ത്തിക്കാണിക്കാൻ വേണ്ടിയാണ് വീഴ്ചകൾ ആരോപിക്കുന്നത്. പ്രതിഷേധത്തിൻ്റെ പേര് പറഞ്ഞ് കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്നത് മുമ്പെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയാണ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരുപാട് സമരം കേരളം കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് കക്ഷിരാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി കേരളം കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമക്കൾക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പാചകം ചെയ്ത പാത്രത്തിൽ ആഹാരത്തിൽ കല്ലും മണ്ണും വാരിയിട്ട് ചെളിയും വാരിയിട്ട് ആ പാത്രത്തെ തറയിലേക്ക് കമത്തുന്ന ഒരു സംഭവം നടക്കുന്നത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് കൊച്ചു മക്കൾക്ക് അറിഞ്ഞിരിക്കുക, അവർക്ക് പക്ഷേ പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവില്ല. ഇവിടെ കുറേ നാട്ടുകാരും രക്ഷകർത്താക്കളും വന്നിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആദ്യത്തെ മുഖ്യമന്ത്രി കുറച്ച് പറ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ആണ് ആദ്യത്തെ മുഖ്യമന്ത്രി 1957. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പുരോഗമന ജനാധിപത്യ ഗവൺമെൻറ്റുകളെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കുകയും വിദ്യാഭ്യാസ രംഗത്തെ കുത്തക അവസാനിപ്പിക്കുകയും അന്തിച്ചന്തയിൽ സാധനങ്ങൾ ലേലം വിളിക്കുന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തെ ലേലം വിളി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച അവസരത്തിലാണ് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വിമോചന സമരം നടത്തിയത്. ഇവിടെ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നു. വീണ്ടും ആ പിണറായി ഗവൺമെൻറ്റിന് വീണ്ടും ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാന്യമായും മാതൃകാപരമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം ഗവർണറുടെ സഹായത്തോടുകൂടി, അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗം 47 ലക്ഷം വിദ്യാർത്ഥികളും 1,92,000 വരുന്ന അധ്യാപകരും 14,000 വരുന്ന സ്കൂളും ഉള്ള ഒരു സംവിധാനമാണ് പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1,30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഘോഷ ആരവങ്ങളോടെയാണ് മന്ത്രിയെ സ്കൂളിലേക്ക് വരവേറ്റത്. കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LK അബ്ദുൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് തുടങ്ങിയവരും ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ പൊതുമരാമത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 5ലധികം BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. BJP സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്നാണ് BJP പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. നിരവധി തവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11-ന് ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പൊതുമരാമത്ത് ഓഫീസിന് മുന്നേ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു.
ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചത്. 20 മിനിറ്റോളം നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, OBC മോർച്ച മുൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കുട്ടൻ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ്, റിനുറാം എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതിഷേധ പരിപാടി BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാത്ത മന്ത്രിമാരാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണമെന്നും ശ്യാംരാജ് പറഞ്ഞു. ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇന്നുവരെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ, ഈ ഷൊർണൂരിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ഓണമൊന്നും ആകേണ്ട ആവശ്യമില്ല. മാവേലിയെ കാണണമെങ്കിൽ നേരെ ഏതെങ്കിലും റോഡിലോട്ട് പോവുക, ആ റോഡിലെ കുഴിയിൽ വീഴുക, നേരെ ചെന്നിറങ്ങുന്നത് പാതാളത്തിലേക്ക് തന്നെയായിരിക്കും. ഇത്ര കഴിവുകെട്ട ഒരു സർക്കാർ, ഇത്ര കഴിവുകെട്ട ഒരു വകുപ്പ്, വെറും ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് റീലാസിനെ പോലെയുള്ള മന്ത്രിമാര്, ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള MP രാജേഷിനെ പോലെ നിർഗുണനായിട്ടുള്ള 5 പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര്, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഈ നാട്ടിൽ ഭരണമുണ്ടോ എന്ന് അറിയുക പോലുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി. ഞാൻ ഇവരോട് ചോദിച്ചു കൊള്ളട്ടെ, ഇവിടെ NH ദേശീയപാത 66 വരുന്ന സമയത്ത് അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ച കേരള സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റീലാസ്. ആ മുഹമ്മദ് റീലാസിനോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഷൊർണൂര് കുളപ്പള്ളി റോഡടക്കം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ ആ റോഡൊന്ന് നന്നാക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നടപടി നിങ്ങളെ കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ്? മാർച്ചിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, ഹരീഷ്, മനോജ് ആറാണി, റിനുറാം, സതീഷ് നമ്പ്യാർ, മണികണ്ഠൻ, ജയപ്രകാശ്, ഗോപകുമാർ, രാജേഷ് വെള്ളോത്ത് എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ വാടനാംകുറിശ്ശിയിലെ റോഡ് നവീകരണം പറഞ്ഞ ദിവസത്തിനകം പൂർത്തിയാക്കാനായില്ല. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. 10 ദിവസം റോഡ് അടച്ചിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്താത്തതിലായിരുന്നു പ്രതിഷേധം. ലോജിക്ക് വേണ്ടേ നിങ്ങൾ? ഇത് ജനങ്ങൾ ബുദ്ധിമുട്ടി. കാരണം ഈ റോഡ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ബദലായിട്ട് ഇവിടെ ഇത് നേരാക്കിയതിന് ശേഷം ആ റോഡ് പണിയെടുക്കുകയാണെങ്കിൽ എത്ര? ഇതെന്താ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? എഞ്ചിനീയർമാരല്ലേ? പിന്നെന്താണ്? അല്ല ആയിക്കോട്ടെ, കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഗതാഗത പ്രതിസന്ധി തുടരുന്നു. സർവീസ് റോഡ് നിർമ്മാണത്തിനായി അടച്ചിട്ട റോഡ് 10 ദിവസം കഴിഞ്ഞിട്ടും തുറക്കാനായില്ല. പ്രവൃത്തിയുടെ ഭാഗമായി 10 ദിവസം റോഡ് അടച്ചിടുമെന്നായിരുന്നു അധികൃതരുടെ അറിയിപ്പ്. ഇത് പ്രകാരം തിങ്കളാഴ്ച റോഡ് തുറക്കേണ്ടതായിരുന്നു. റോഡ് തുറന്നിട്ടുണ്ടാകുമെന്ന് കരുതി രാവിലെ ഇവിടെ വാഹനങ്ങളുമായി എത്തിയവർ കുടുങ്ങി. എന്നാൽ പ്രവൃത്തികൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധിച്ചത്. ഇവിടെ റോഡ് അടച്ചിട്ടതോടെ വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർമ്മാണ സ്ഥലത്ത് ഉണ്ടാവാതിരുന്നതും ആക്ഷേപത്തിനിടയാക്കി. തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഒരു 3 വീലേഴ്സ് ഇത് കൂടെ എന്ത് കടത്തി വിടണം, അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അതിന് നിങ്ങൾ അത് വേണ്ട നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയൊരു കഷ്ണമല്ലേ, ആ ഒരു കഷ്ണം കൂടി കുറച്ചും കൂടി JCB ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് 3 വീലേഴ്സ് മാത്രം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരാൾ നിൽക്കുക, അവിടെ ഒരാൾ നിൽക്കുക, 3 വീലേഴ്സ് മാത്രം. നമുക്ക് ടു ബി സിമ്പിൾ സാർ, നോക്കൂ, ഈ ഒരു സൈഡിലത്തെ സർവീസ് റോഡ് ഇത് ടാർ ചെയ്തിട്ട് എത്ര ദിവസമായി? ഒരു 2 മാസമായിട്ടില്ലല്ലോ.
ആദ്യത്തെ മഴയിൽ തന്നെ ആ സർവീസ് റോഡ് പോയില്ലേ? മീൻസ് ഞാൻ ഒന്നുകൂടി പറയട്ടെ, അല്ല ഒന്നുകൂടി പറയട്ടെ, അതിന്റെ ഇന്റേണൽ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് അറിയണോണ്ടാ പറഞ്ഞത്. അതിന് 7 lakhs rupees എസ്റ്റിമേറ്റ് ആണ് ചെയ്തത്. 7 lakhs rupees ചെയ്തിട്ടാണ് ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. ഒരാഴ്ച നിന്നോ ഈ സർവീസ് റോഡ്? നിങ്ങൾ പറയും. ആ സർവീസ് റോഡ് അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പൊ അതിന്റെ ഡബിൾ തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് അതെ ഇതിന്റെ ഒരു മറുവശം കൂടി പറഞ്ഞുതരാം. ഇതിന്റെ ഒരു മറുവശം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പാലം പണി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണതിന്റെ വേറൊരു ദൂഷ്യവശം കൂടി ഉണ്ട്. നമുക്കറിയാം, ഇത് ഈ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാസമയം എസ്റ്റിമേറ്റുകൾ റിവൈസ് ചെയ്ത് കിട്ടും. അതൊക്കെ നമുക്കറിയാം. നമ്മളിത് ഒരുപാട് ഇതാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ 1 വർഷം നിങ്ങൾ അങ്ങനെ പറയുന്നത്, 1 വർഷം കഴിയുമ്പോൾ 5 കോടി റുപ്യ അനന്തര കമ്പിക്ക് കൂടി വില കൂടി 5 കോടി റുപ്യ എസ്റ്റിമേറ്റ് കൂട്ടിയിടാം, റിവൈസ് ചെയ്യാം. ഇതന്നെയാണ് ഇതിന്റെ പൊരുള്. 3 ദിവസത്തിനകം ഓട്ടോറിക്ഷയെങ്കിലും കടന്നുപോകാനുള്ള സംവിധാനമൊരുക്കാമെന്ന അധികൃതർ നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മാക്സിമം സ്പീഡിൽ 3 ദിവസം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിയായ മഴയും കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും ചെറിയ 3 ദിവസം കൊണ്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നോക്കിയിട്ട് ഈ വരുന്ന ആൾക്കാരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ മനസ്സിലാവാത്ത ആളുകളല്ല. ആ 3 ദിവസം കൊണ്ട് തീരാൻ വേണ്ടിയിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ നടക്കട്ടെ. എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ, പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അവർ മനസ്സിലാക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തോട് കഴിയും. അല്ലാത്ത സാഹചര്യത്തിൽ വരുന്ന എക്സ്റ്റൻഷൻ നമ്മൾ ബോധ്യപ്പെടണം. അതിനുശേഷം 3 വീല്, അതിന് താഴെയുള്ള വീലുകളെല്ലാം തന്നെ വൺ സൈഡ് ആയിട്ട് വിടാനുള്ള അവർ ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ MLA ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. നിലവിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വല്ലപ്പുഴ വാണിയംകുളം വഴിയാണ് പോകുന്നത്. മാസങ്ങളായി തുടരുന്ന പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് ഇഴഞ്ഞു നീങ്ങുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട പണി വിരലിലെണ്ണാവുന്ന തൊഴിലാളികളെ വച്ചാണ് നടത്തുന്നതെന്ന ആക്ഷേപവുമുണ്ട്. ജനാധിപത്യ വിരുദ്ധ നടപടികളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ കാര്യാലയം വളയൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ട് പിണറായി സർക്കാർ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നതായും VT ബൽറാം പറഞ്ഞു. നഗരസഭകൾക്കാവട്ടെ, പഞ്ചായത്തുകൾക്കാവട്ടെ, സർക്കാർ നൽകേണ്ടുന്ന വിഹിതം വർഷങ്ങളായി അത് വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സമീപകാലത്തെ ട്രെൻഡ്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ചും 2ാം പിണറായി വിജയൻ സർക്കാർ MP രാജേഷൊക്കെ വകുപ്പിന്റെ മന്ത്രിയായതിനു ശേഷം ഓരോ വർഷവും പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ലഭിക്കേണ്ടുന്ന സർക്കാരിന്റെ ഫണ്ടുകൾ ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1ാം ഗഡു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും ചിലപ്പോ, 2ാം ഗഡു കൊടുക്കേണ്ടത് 3-4 മാസം വൈകുന്നു. ഓഗസ്റ്റ് മാസത്തിലൊക്കെ കൊടുക്കേണ്ടത് ഡിസംബർ മാസത്തിലും ജനുവരി മാസത്തിലുമാണ് കൊടുക്കുന്നത്. അതോടുകൂടി തന്നെ ആസൂത്രണം ചെയ്ത പല പദ്ധതികളും വെട്ടിക്കുറക്കേണ്ടതായിട്ട് വരും. വീണ്ടും ഇതിന്റെയൊക്കെ പുതുക്കിയ DPC അംഗീകാരം നേടേണ്ടതായിട്ട് വരും. അതിനുശേഷം അവസാനത്തെ ഗഡു എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കൊടുക്കാറേയില്ല. എന്നിട്ട് പദ്ധതികൾ അത് സ്പില്ലോവറാകുമ്പോൾ അടുത്ത വർഷത്തെ പദ്ധതി പിടിക്കുന്നു. അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയുമാണ് ഒറ്റപ്പാലം നഗരസഭയിൽ നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ വളയൽ സമരം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ജനസമ്പർക്ക യാത്രയ്ക്ക് ശേഷമായിരുന്നു സമരം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P ഗിരീശൻ, DCC അംഗം P സ്വാമിനാഥൻ, നേതാക്കളായ N വിജയകുമാർ, NK കൃഷ്ണൻകുട്ടി, P ജയരാജൻ, P ഹരിദാസൻ, MP അബ്ദുൽ ബഷീർ, KV പാർവതി, P പ്രേമദാസ്, K കബീർ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ മാങ്ങോട് ആംബുലൻസ് തലക്കീഴായി മറിഞ്ഞ് അപകടം. അമ്പലപ്പാറയിൽ നിന്നും രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസാണ് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിന് സമീപത്താണ് ആംബുലൻസ് തലക്കീഴായി മറിഞ്ഞ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 9:15 അപകടമുണ്ടായത്. അമ്പലപ്പാറയിൽ നിന്നും കിടപ്പ് രോഗിയുമായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന സേവാഭാരതിയുടെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ആംബുലൻസിൽ ഡ്രൈവറെ കൂടാതെ രോഗിയും മറ്റു 3 പേരും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ഗുരുതര പരിക്കുകളില്ല. പരിക്കേറ്റവരെയും കിടപ്പ് രോഗിയെയും മറ്റൊരു ആംബുലൻസിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകട സമയത്ത് നല്ല മഴയുണ്ടായതിനാൽ വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിയുകയായിരുന്നു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. 7 വയസ്സുകാരന് നേരെ തെരുവുനായ ആക്രമണം. മണ്ണാർക്കാട് വിയ്യകുറിശ്ശിയിൽ ഹരീഷിന്റെ മകൻ സായൂജിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കുട്ടി വീടിന് മുമ്പിൽ കളിക്കുന്നതിനിടെ സമീപത്തെ വിയ്യകുറിശ്ശി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് തെറിച്ചുപോയ ബോൾ എടുക്കാനായി പോയപ്പോൾ തെരുവുനായ്ക്കളുടെ കൂട്ടം ആക്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കാലിൻ്റെ മുട്ടിനാണ് കടിയേറ്റത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സായൂജിനെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിനകത്ത് സായൂജ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വീടുള്ളതാണ്. ആ കുട്ടീനെ നിന്ന് പട്ടി കടിച്ച് ഹോസ്പിറ്റലിലായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. പലവട്ടമായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആരും ഇതിനായിട്ടൊരു മുൻഗണനയായിട്ട് ആരും ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് മദ്രസയിൽ പോകുന്ന കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളും 2-3 വട്ടം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളൊക്കെ കടിച്ചിട്ടുണ്ട്. 10-20 നായ്ക്കളാണ് ഈ ഗ്രൗണ്ടിൽ കിടക്കുന്നത്. ഇതിനൊരു ഒരു പരിഹാരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തരണം, അത്രയുള്ളൂ അത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ നിപ ഭീതി പൂർണ്ണമായും നീങ്ങി. അവസാനഘട്ട ക്വാറന്റൈനിൽ ഉള്ളവരുടെ സമയകാലാവധി തിങ്കളാഴ്ചയോടെ അവസാനിച്ചു. നിപ പോരാളികളായി നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം. കിഴക്കുംപുറം സ്വദേശി 39-കാരിക്ക് നിപ സ്ഥിരീകരിച്ചത് ഈ മാസം 3-ാം തീയതിയായിരുന്നു. 4-ാം തീയതി മുതൽ കിഴക്കുംപുറം പ്രദേശത്തിനോട് ചേർന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ വഴികളടച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കരിമ്പുഴ പഞ്ചായത്തിലെ 17-18 വാർഡുകളിലും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. 39-കാരിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ മഞ്ചേരി, പാലക്കാട് മെഡിക്കൽ കോളേജുകളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു. ഇവരുടെ പരിശോധനാ ഫലം ലഭിച്ചതിൽ ആർക്കും രോഗം സ്ഥിരീകരിച്ചില്ല. അവസാനഘട്ടമായി 12 പേർ കൂടി ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്നു. ഇവരുടെ ക്വാറന്റൈൻ സമയപരിധി തിങ്കളാഴ്ചയോടെ അവസാനിച്ചു. 7 ദിവസത്തോളമാണ് പ്രദേശങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആരോഗ്യ വിഭാഗം, പോലീസ്, ഗ്രാമപഞ്ചായത്ത് അധികൃതർ, RRT അംഗങ്ങൾ എന്നിവരുടെ കൂട്ടായ ശ്രമമാണ് രോഗവ്യാപനം തടയുന്നതിൽ സഹായിച്ചതെന്ന് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. നിപ പോരാളികളായി നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി അർപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പൊതുജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ മനസ്സോടുകൂടി പങ്കാളികളായി എന്നത് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായി ഒരു ആശങ്ക മറ്റപകടങ്ങളിലേക്ക് പോവാതെ അതിനെ വ്യാപനം തടയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നതിലേറെ സന്തോഷമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ, വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നമ്മുടെ പനി സർവേക്ക്, നിപ സർവേക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഒട്ടേറെ ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരെല്ലാവരെയും അതിനകത്ത് നൽകിയ പ്രിയപ്പെട്ട SH, നമ്മുടെ ഹെൽത്ത് HS ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ നാടിനുള്ള കൃതജ്ഞത, ഈ നാടിനുള്ള സന്തോഷം അവരോട് രേഖപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിപ സ്ഥിരീകരിച്ച സ്ത്രീയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. തച്ചനാട്ടുകരയിൽ നിപ രോഗബാധിതയുടെ ഉറവിടം കണ്ടെത്താനുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. കിഴക്കുംപുറം സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ നിപയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി ഇവരുടെ വീടിന് സമീപത്തുള്ള വവ്വാലുകളിൽ നിന്നും മറ്റ് വളർത്തു മൃഗങ്ങളിൽ നിന്നും സ്രവങ്ങളും രക്തസാമ്പിളുകളും പൂനെ വൈറോളജി വിഭാഗം ശേഖരിച്ചിരുന്നു. നിപ സ്ഥിരീകരിച്ച 39-കാരിയുടെ വീടിനോട് ചേർന്ന ആയിരക്കണക്കിന് വവ്വാലുകളുണ്ട്. ഇവയുടെയും പ്രദേശത്തിനോട് ചേർന്നുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുമൃഗങ്ങളുടെയും സ്രവങ്ങളാണ് പൂനെ വൈറോളജി വിഭാഗത്തിലെ വിദഗ്ധ സംഘം ഒരാഴ്ച മുന്നേ ശേഖരിച്ചത്. സ്രവങ്ങളും രക്തസാമ്പിളുകളും പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ ഫലം ലഭ്യമായിട്ടില്ല. ഉറവിടം കണ്ടെത്തുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് പ്രദേശമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. അല്ലെങ്കിൽ എവിടെ നിന്നാണ് കിഴക്കുംപുറം പ്രദേശത്തെ സഹോദരിക്ക് നിപ വൈറസ് ബാധ ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വേണ്ടി ആ പ്രദേശത്തെ ധാരാളമായി അവിടെ താമസിക്കുന്ന വവ്വാലുകൾ, അവരിൽ നിന്ന് 100ഓളം വരുന്ന സ്രവങ്ങളാണ് പൂനെയിലെ വിദഗ്ധ സംഘം സാമ്പിൾ ശേഖരണം നടത്തിയത്. അവരുടെ രക്തവും അതുപോലെ തന്നെ സ്രവങ്ങളുമൊക്കെ അവർ കളക്ഷൻ നടത്തി കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള വളർത്തു മൃഗങ്ങൾ, അതുപോലെ തന്നെ വളർത്ത് നായ്ക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ, അതുപോലെ തെരുവ് നായ്ക്കളുടെ ഉൾപ്പെടെയുള്ള സ്രവങ്ങളാണ് അവർ കളക്ഷൻ നടത്തിയത്. അതിൻ്റെ റിസൾട്ട് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. ആൻറ്റിബോഡി ടെസ്റ്റും അതുപോലെ തന്നെ വൈറസ് സ്ഥിരീകരണം തീർച്ചയായിട്ടും അതിൻ്റെ പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നുള്ള റിസൾട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് പൂർണ്ണമായ ഒരു ആശ്വാസത്തിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നിപ ഭീതി ഒഴിഞ്ഞെങ്കിലും പ്രദേശത്തെ വവ്വാലുകൾ നാട്ടുകാരുടെ സ്വൈരജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്.
ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴികൾ താൽക്കാലികമായി അടച്ചു തുടങ്ങി. പുളക്കുണ്ട് ഡബിൾ പോസ്റ്റിന് സമീപമുള്ള കുഴിയിൽ വീണ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റ സംഭവത്തിന് പിന്നാലെയാണ് നടപടി. ഈസ്റ്റ് ഒറ്റപ്പാലം മുതൽ മുരുക്കുംപറ്റ വരെയാണ് കുഴികൾ അടയ്ക്കുന്നത്. പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോറി വേസ്റ്റിട്ടാണ് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലേക്ക് വരുന്നതിനിടെ പിലാത്തറ സ്വദേശി കബീറിന്റെ ബൈക്ക് കുഴിയിൽ വീണ് കബീറിന് പരിക്കേറ്റിരുന്നു. പലതവണ PWD ഉദ്യോഗസ്ഥരോട് കുഴികൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പാതയിൽ കുഴിയടയ്ക്കൽ ആരംഭിച്ചത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ വായനശാല അമ്പലവട്ടം റോഡിൽ കൂരുടി അമ്പലത്തിന് സമീപം റോഡ് ഇടിഞ്ഞ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇതോടെ വലിയ വാഹനങ്ങൾക്കുണ്ടായിരുന്ന ഗതാഗത നിയന്ത്രണവും പിൻവലിച്ചു. കൂരുടി ശിവക്ഷേത്രത്തിന് സമീപം പാടശേഖരത്തിലൂടെ കടന്നു പോകുന്ന റോഡിലാണ് കഴിഞ്ഞ ദിവസം കുഴി രൂപപ്പെട്ടത്. ശക്തമായ മഴയ്ക്കിടെ വെള്ളം പടവിനുള്ളിലൂടെ ഇറങ്ങിയതാണ് മണ്ണിടിഞ്ഞ് താഴാൻ കാരണമായത്. ഇതോടെ പാതയിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗം അറ്റകുറ്റപ്പണികൾ നടത്തിയത്. വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നതിനായി കലുങ്ക് നിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ സി സജിത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡിനായി നാട്ടിയ സർവേ കല്ലിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിച്ച ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കാത്തതിലായിരുന്നു പ്രതിഷേധം. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൻ്റെ സർവേ നടത്തി 15 വർഷമായി. മുടങ്ങിയ ബൈപ്പാസ് റോഡ് പദ്ധതിയുടെ സർവേ കല്ലിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി റീത്ത് വച്ച് പ്രതിഷേധിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരൽ അവസാനിപ്പിച്ച് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് തീർക്കാൻ ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒന്നിക്കണമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈദാലി വലമ്പൂർ സർവേക്കല്ലിൽ റീത്ത് വച്ചു. സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ, നൌഷാദ് അരിപ്ര, പൂപ്പലം യൂണിറ്റ് പ്രസിഡന്റ് സാജിദ് വടക്കേതിൽ, ചാത്തനല്ലൂർ യൂണിറ്റ് കമ്മിറ്റി അംഗം മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി സെക്രട്ടറി ഇല്ലാത്തതിനാൽ ജനങ്ങൾ വലയുന്നതായി പരാതി. വിവിധ ആവശ്യങ്ങൾക്കായി വരുന്നവർ പലതവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണെന്ന് ജനകീയ സമിതി അംഗങ്ങൾ പറഞ്ഞു. സമിതി അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. നിരവധി തവണ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ജനം വലയുകയാണ്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നൽകുന്ന പരാതികളിലൊന്നും നടപടിയുണ്ടാകുന്നില്ല. വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി തവണ പഞ്ചായത്തിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്നും ജനകീയ സമിതി അംഗം രാജീവ് മാടമ്പി പറഞ്ഞു. കാലങ്ങളായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് 1ാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിന്ന് മാറിക്കൊണ്ട് സ്ഥിരമായൊരു സെക്രട്ടറി ഇല്ലാത്തൊരവസ്ഥ ശ്രീകൃഷ്ണപുരം ഉള്ളതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ പല പ്രാദേശിക പ്രശ്നങ്ങൾ, മഴക്കെടുതികൾ, അതേപോലെ കാലവർഷക്കെടുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്രട്ടറിയുടെ അഭാവം നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വളരെ ഒരു ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. അതിൽ ശക്തമായിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഈ സെക്രട്ടറി നിയമിച്ചുകൊണ്ട്, അതും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സെക്രട്ടറി വരും, ഒരു 9 മാസം 8 മാസം കഴിഞ്ഞാൽ പോകുന്ന ഒരവസ്ഥ മാറി ഒരു സ്ഥിരമായ ഒരു സെക്രട്ടറിയോട് നിയമിക്കണമെന്നാണ് ജനകീയ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത്തരം ഒരു സംവിധാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനകീയ സമിതി ഇന്ന് പ്രതികരിക്കുന്നത്. കുറേ കാലമായിട്ട് ഇവിടെ സെക്രട്ടറി ഇല്ലാത്ത ഒരവസ്ഥയാണ്. സെക്രട്ടറിമാർ വരും, അത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും. അതാണ് സ്ഥിതി. ഒരു പരാതികൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുവാനോ ഉള്ള ഒരു സംവിധാനമില്ലാത്ത രീതിയിലാണ് പല പ്രാവശ്യം 1ാം സ്ഥാനത്തിനുള്ളതും പല രീതിയിലുള്ള അവാർഡുകളും വാങ്ങിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനിപ്പോൾ ഭരണസമിതിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഭരണസമിതി തന്നെയാണ്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും, റോഡിൻ്റെ പല ഭാഗങ്ങളിലും മരങ്ങൾ വെട്ടിയിട്ട് റോഡിൽ കിടക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചളിയായിട്ടും അതുപോലെ അതെല്ലാം വെള്ളമായിട്ടൊക്കെ സ്മെല്ല് കാരണം കൊണ്ടൊക്കെ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പഞ്ചായത്തിൽ പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ടും സെക്രട്ടറിയുടെ ഒരു അഭാവത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ യാതൊരു നടപടിയും ആവാതെ ഇരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ സെക്രട്ടറിയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നിയമിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാര്യങ്ങൾ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ജനകീയ സമിതിക്ക് പറയാനുള്ളത്.
അനധികൃതമായ നിർമ്മാണ പ്രവൃത്തിയും ഒരു പൊതു കൽവർട്ട് സ്വകാര്യ വ്യക്തി തൂർത്തതുമൂലവുമെല്ലാം അമ്പാടി ജംഗ്ഷൻ പാലം ചെളിയും ചരലുമായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. സെക്രട്ടറിമാർ വന്നു പോകുന്നതല്ലാതെ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. ഈ രീതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനകീയ സമിതി നേതാക്കൾ പറഞ്ഞു. പ്രശ്നവുമായി ബന്ധപ്പെട്ട് MS സുനീഷ്, ശ്രീജിത്ത് S, രാജീവ് മാടമ്പി, കണ്ണൻ ശ്രീകൃഷ്ണപുരം, രാമദാസ് എന്നിവരാണ് പഞ്ചായത്ത് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ പഞ്ചായത്തിലെ സെക്രട്ടറി ട്രാൻസ്ഫറായിപ്പോയ ശേഷം ASന് ചാർജ് നൽകിയിരുന്നതായും തിങ്കളാഴ്ച ഉച്ച മുതൽ വെള്ളിനേഴി പഞ്ചായത്തിലെ സെക്രട്ടറി രാധാകൃഷ്ണൻ ആ ചാർജ് ഏറ്റെടുത്തതായും പ്രസിഡന്റ് C രാജിക അറിയിച്ചു. നിലവിലുള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇന്ന് ഉച്ച മുതൽ നമ്മുടെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി രാധാകൃഷ്ണൻ സാറ് സെക്രട്ടറിയുടെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മുടെ പരാതികൾ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് ഉള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിഹരിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴുള്ള ജീവനക്കാരുടെ ട്രാൻസ്ഫറും പ്രമോഷനും ഒക്കെ അനുബന്ധിച്ചിട്ട് നമുക്ക് പല പരാതികളും കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് അവർക്ക് പരമാവധി ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ SBT ജംഗ്ഷനിലുള്ള മരം വെട്ടിമാറ്റിയതിലുള്ള ഒരു പരാതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അല്ല PWD സെക്ഷൻ മെയിൻ്റെനൻസ് വിഭാഗമാണ് അത് വെട്ടുകയും അത് മാറ്റേണ്ടതും. നമ്മൾ PWD വിഭാഗത്തിന് ഗ്രാമപഞ്ചായത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ആ മരങ്ങൾ വെട്ടി മാറ്റണം, അവിടെ സ്ഥലത്ത് നിന്നും മാറ്റിയിടേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ സാമൂഹിക സാംസ്കാരിക സർവീസ് മേഖലകളിലെ സജീവ സാന്നിധ്യമായിരിക്കെ അകാലത്തിൽ പൊലിഞ്ഞ PT അരുൺകുമാറിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം കാരുണ്യ പ്രവർത്തകൻ സലീം കീഴിശ്ശേരിക്ക്. വീൽചെയറിൽ സഞ്ചരിക്കുന്നവരുടെ സംഘടനയായ AKWRFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സലീം കീഴിശ്ശേരി. ജൂലൈ 27-ന് മന്ത്രി MP രാജേഷ് പുരസ്കാരം സമർപ്പിക്കും. PT അരുൺകുമാർ സ്മാരക സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ 10ാമത് പുരസ്കാരത്തിനാണ് ജീവകാരുണ്യ പ്രവർത്തകൻ സലീം കീഴിശ്ശേരിയെ തെരഞ്ഞെടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ സാന്ത്വനത്തിൻ്റെ കോർഡിനേറ്ററാണ് കീഴിശ്ശേരി സലീം. സാമൂഹികനീതി വകുപ്പിൻ്റെ പുരസ്കാരം, പീപ്പിൾ ഫൗണ്ടേഷൻ പുരസ്കാരം, ഭിന്നശേഷിക്കാർക്കായുള്ള യാത്രകൾ സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൈരളി ഫിനിക്സ് പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ സലീമിന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യ മാജിദ പാതാക്കര UP സ്കൂൾ അധ്യാപികയാണ്. സംസ്ഥാനതലത്തിൽ നൂറുകണക്കിന് ഭിന്നശേഷിക്കാരെ പങ്കെടുപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, തൊഴിൽ പരിശീലനം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭിന്നശേഷിക്കാരെ പൊതുജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ മുൻനിർത്തിയാണ് സലീം കീഴിശ്ശേരിക്ക് പുരസ്കാരം നൽകുന്നത്. പുരസ്കാര നിർണയ സമിതി അംഗങ്ങളായ C വാസുദേവൻ, PS വിജയകുമാർ, ജാഫർ കക്കൂത്ത് എന്നിവരാണ് സലീം കീഴിശ്ശേരിയെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പെരിന്തൽമണ്ണ IMA ഹാളിൽ ജൂലൈ 27-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന PT അരുൺകുമാർ അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി MP രാജേഷ് പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ പത്മജ പനങ്ങാട് PT അരുൺകുമാർ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും. പ്രമുഖ ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കുന്ന ആരോഗ്യ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് PT അരുൺകുമാർ സ്മാരക സമിതി ഭാരവാഹികളായ സെക്രട്ടറി P തുളസീദാസ്, ട്രഷറർ ഡോക്ടർ PV അരുൺ എന്നിവർ അറിയിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകി കർക്കിടകത്തെ വരവേറ്റ് മണ്ണാർക്കാട്ട് ഷെഫ് പാലാട്ട്. ഔഷധക്കഞ്ഞിയും കരിങ്കോഴി, നാടൻ കോഴി തുടങ്ങിയ വിഭവങ്ങളുമായി കർക്കിടക മാസത്തിൽ പാലാട്ടിലൂടെ മണ്ണാർക്കാടിന് വ്യത്യസ്തമായൊരു രുചിപ്പെരുമ സമ്മാനിക്കുകയാണ് തങ്ങളെന്ന് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയാളികൾ എക്കാലവും ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്ന കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിക്കായി ഇനി വീടുകളിൽ സമയം ചെലവാക്കേണ്ടതില്ല. നെല്ലിപ്പുഴ ഷെഫ് പാലാട്ടിലേക്കെത്തിയാൽ മതി. ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി നാടൻ കോഴി വിഭവങ്ങളും ഔഷധക്കോഴിയായ കരിങ്കോഴി വിഭവങ്ങളും പിടിയും കോഴിയും പോത്തിൻകാലും ഉൾപ്പെടെ വ്യത്യസ്തതകളുടെ രുചി മഹോത്സവമാണ് ഷെഫ് പാലാട്ടിൽ ചൊവ്വാഴ്ച മുതൽ ലഭ്യമാക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഔഷധക്കഞ്ഞി, അതുപോലെ സുഖചികിത്സ, അതുപോലെ നാടൻ ഔഷധ മൂല്യങ്ങളുള്ള നാടൻ കോഴി കരിങ്കോഴി, അത്തരത്തിലുള്ള വിഭവങ്ങൾ, അതുപോലെ നല്ല സൂപ്പുകൾ ഒക്കെ നമ്മൾ കഴിക്കാറുള്ളത് ഈ പറയുന്ന കർക്കിടക മാസത്തിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേകത നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വെറൈറ്റി ഫുഡ് ഫെസ്റ്റാണ് ഞങ്ങൾ ഈ വരുന്ന ജൂലൈ 22-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ ഓഗസ്റ്റ് 16-ാം തീയതി വരെ ഞങ്ങൾ ഷെഫ് പാലാട്ടിൽ ഒരുക്കിയിട്ടുള്ളത്.
അപ്പോൾ ഈ വിവരം ഞങ്ങളുടെ എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനെയും അല്ലെങ്കിൽ മണ്ണാർക്കാട്ടുകാരെയും അറിയിക്കുക എന്ന്. കർക്കിടക ഔഷധ കഞ്ഞി നമുക്ക് നാളെ മുതൽ അല്ലേ ഉച്ചയ്ക്കും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ റെസ്റ്റോറൻറ്റിലും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ കരിങ്കോഴി പൊള്ളിച്ചത്, നമുക്കറിയാം കരിങ്കോഴി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ അല്ലേ ഇതാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് മാർക്കറ്റിൽ കിട്ടാനും വളരെ ദൗർലഭ്യം, നല്ല ഡിമാൻഡുള്ള ദൗർലഭ്യമുള്ള ഒരു കോഴിയാണ്. സോ കരിങ്കോഴി പൊള്ളിച്ചത്, അതുപോലെ കരിങ്കോഴിയും കപ്പയും, കരിങ്കോഴി ചട്ടിക്കറി, നാടൻ കരിങ്കോഴി സൂപ്പ് കർക്കിടക മാസത്തിൽ വളരെയധികം അല്ലേ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ആലത്തൂർ നാടൻ കോഴിക്കറി, നാടൻ കോഴി റോസ്റ്റ്, പാലാട്ട് സ്പെഷ്യൽ കോഴി വറ്റിച്ചത്, അതുപോലെ നാടൻ കോഴിയും പിടിയും. ഇത് പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, കോഴിയും പിടിയും അല്ലേ. അതുപോലെ നാടൻ കോഴി നിറവ്. അപ്പോൾ ഇതിന് പുറമെ ഈ പറയുന്ന നാടൻ മട്ടൻ സൂപ്പ്, അതുപോലുള്ള ബാക്കി പോത്തുംകാല്, അതുപോലുള്ള മറ്റ് വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനോടൊപ്പം ഇത് തനി നാടൻ കോഴി അല്ലേ, നാടൻ കോഴികൾ അല്ലെങ്കിൽ കരിങ്കോഴികൾ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ഡിഷസാണ് ഈ കർക്കിടക മാസത്തോടനുബന്ധിച്ച്. അതുപോലെ ഔഷധക്കഞ്ഞി കൂട്ടും. അപ്പോൾ ഇതൊക്കെ മാക്സിമം നമ്മൾ നമ്മുടെ എല്ലാ ആരോഗ്യം നല്ല രീതിയിൽ അല്ലേ. നമുക്കറിയാം നമ്മൾ പലരും ഈ പറയുന്ന തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിലും അല്ലെങ്കിൽ ജോലി തിരക്കുകളിലൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ സമയമില്ലാത്ത ഈ കാലത്ത് ഔഷധ ഗുണമുള്ള കുറച്ച് ഡിഷസ് നല്ലവരായ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഇന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് അല്ലേ ലെഗോൺസ് അല്ലെങ്കിൽ ഈ പറയുന്ന കോഴികളാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി നമ്മൾ ഈ സമയത്ത് നാടൻ കോഴി അല്ലെങ്കിൽ കരിങ്കോഴി അതുപോലുള്ള ഔഷധക്കഞ്ഞി എന്നുള്ള രീതിയിലേക്ക് ഒരു മാസം നമുക്കൊന്ന് മാറി നോക്കാം. നമ്മുടെ ആരോഗ്യകരമായി നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ മാറാം, ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാസം കർക്കിടക മാസം ആവട്ടെ, ചിങ്ങത്തെ അല്ലേ നല്ലൊരു ആരോഗ്യമുള്ള അല്ലേ ശരീരത്തോടും മനസ്സോടും കൂടി നമുക്ക് ചിങ്ങമാസത്തെ വരവേൽക്കാം. അതിലേക്കൊക്കെ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഷെഫ് പാലാട്ട് അല്ലെങ്കിൽ ഹോട്ടൽ പാലാട്ട് റെസിഡൻസിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, PRO ശ്യാം, ഓപ്പറേഷൻ മാനേജർ രാജീവ്, ഷെഫ് ഹരീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷക സംഘം മണ്ണമ്പറ്റ വില്ലേജ് സമ്മേളനം ചേർന്നു. കർഷക സംഘം ഏരിയ സെക്രട്ടറി P. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് എന്താ? ഡോക്ടർ സ്വാമിനാഥൻ ചെയർമാൻ ആയിക്കൊണ്ടുള്ള ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചു. ആ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് എന്താ? കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം, അവൻ്റെ ഉൽപാദന ചെലവ് പകുതി കൂടി കൂട്ടി, ഒരു 100 രൂപയാണ് ഒരു ആ കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കാൻ ചെലവെങ്കിൽ അതിൻ്റെ പകുതി കൂടി 50% കൂടി കൂട്ടി അവൻ്റെ ഉൽപ്പന്നങ്ങൾ സർക്കാർ സംഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നതാണ്. പുഞ്ചപ്പാടത്ത് തകർന്നു കിടക്കുന്ന തോട് നവീകരിച്ച് കർഷകർക്ക് കൃഷിയിറക്കാനുള്ള സൗകര്യം ചെയ്യണമെന്നും മണ്ണമ്പറ്റ വില്ലേജ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന തരിശിട്ട ഭൂമികളിൽ വിള ഇറക്കുന്നതിനുള്ള സൗകര്യം ചെയ്യണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് KK രാകേഷ് ശങ്കർ അധ്യക്ഷനായി. MC വാസുദേവൻ, CT ഹരിലാൽ, AR സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി CT ഹരിലാലിനെ സെക്രട്ടറിയായും KK രാകേഷ് ശങ്കറിനെ പ്രസിഡന്റായും AR സ്വാമിനാഥനെ ട്രഷററായും തെരഞ്ഞെടുത്തു. നിപ ബാധിച്ച് മരിച്ചയാൾ താമസിച്ചിരുന്ന ചങ്ങലേരിയിലെ വീടും പരിസരവും സിവിൽ ഡിഫൻസ് അംഗങ്ങൾ അണുവിമുക്തമാക്കി. നിപ സ്ഥിരീകരിച്ച് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചതു മുതൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ കർമ്മനിരതരായിരുന്നു. മരിച്ചയാളുടെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെയാണ് ആശങ്ക ഒഴിഞ്ഞത്. ഇതോടെ വീടും പരിസരവും അണുവിമുക്തമാക്കാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായി ഏർപ്പെടുത്തിയ വാർഡുകളിൽ ഒരാഴ്ചയായി സിവിൽ ഡിഫൻസ് പ്രവർത്തകർ കർമ്മനിരതരായിരുന്നു. അത്യാവശ്യക്കാർക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചിരുന്നത് ഇവരിലൂടെയാണ്. വീട് അണുവിമുക്തമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്തിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സലീം ഫിഫ, കാസിം തച്ചമ്പാറ, JPHA, ഡാർണർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരാണ് എത്തിയത്.
പുലാമന്തോൾ പ്രസ് ഫോറം രൂപീകരിച്ചു. കുളത്തൂർ പ്രസ് ഫോറം സെക്രട്ടറി മുജീബ് റഹ്മാൻ വെങ്ങാട് പ്രസ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പുലാമന്തോളിൽ പ്രാദേശിക പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ഫോറം നിലവിൽ വന്നു. പുലാമന്തോൾ വ്യാപാര ഭവനിൽ നടന്ന പ്രസ് ഫോറം രൂപീകരണ യോഗം കുളത്തൂർ പ്രസ് ഫോറം സെക്രട്ടറി മുജീബ് റഹ്മാൻ വെങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ കുളത്തൂർ അധ്യക്ഷത വഹിച്ചു. ഇക്ബാൽ പി രായിൻ, സത്താർ ആനമങ്ങാട്, അബൂബക്കർ കുരുവമ്പലം, മുത്തു മുസ്തഫ എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ജോളി ജെയിംസ്, രാധാകൃഷ്ണൻ എന്നിവരാണ് പുലാമന്തോൾ പ്രസ് ഫോറത്തിൻ്റെ രക്ഷാധികാരികൾ. മാതൃഭൂമി ലേഖകൻ ഇക്ബാൽ പി രായിനെ സെക്രട്ടറിയായും മനോരമ ലേഖകൻ കുളത്തൂർ മണികണ്ഠനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. സിറാജ് ലേഖകൻ മുജീബ് റഹ്മാൻ വെങ്ങാടാണ് ട്രഷറർ. മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ടർ സത്താർ ആനമങ്ങാടിനെ വൈസ് പ്രസിഡന്റായും മാധ്യമ ലേഖകൻ അബൂബക്കർ കുരുവമ്പലത്തെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റുമായ വിനോദ് ഭാസ്കരന്റെ നിര്യാണത്തിൽ BDK മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചിച്ചു. വളാഞ്ചേരി ഡോക്ടേഴ്സ് ഹാളിലാണ് അനുശോചന പരിപാടി നടന്നത്. IMA സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് അനുശോചന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിനീഷ് വൈക്കത്തൂർ, ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വളാഞ്ചേരി പ്രതിനിധി വെസ്റ്റ്യൻ പ്രഭാകരൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംസ്ഥാന സെക്രട്ടറി VPM സ്വാലി, കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹി പ്രേമരാജൻ മാസ്റ്റർ, വളാഞ്ചേരി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹി നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി, KET സംസ്ഥാന ട്രഷറർ നൌഷാദ് കാളിയത്ത്, മിത്രയ ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ സന്തോഷ് ക്ലാരി, RABK പ്രതിനിധി ഇബ്രാഹിം, B പോസിറ്റീവ് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് പ്രതിനിധി സജിൻ, BDK സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ നബീൽ ബാബു പാലാറ, രഞ്ജിത്ത് വെള്ളിയാമ്പുറം, അജ്മൽ വലിയോറ, അരുൺ മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. 10 എഴുത്തുകാർ രചയിതാക്കളായുള്ള 50 കവിതകൾ ഉൾപ്പെട്ട കവിതാ സമാഹാരം അമൃതാക്ഷരങ്ങൾ പ്രകാശനം ചെയ്തു. യുവ എഴുത്തുകാരൻ ഇക്ബാൽ പി രായിൻ പ്രകാശനം നിർവഹിച്ചു. പുലാമന്തോൾ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കുളത്തൂർ പ്രസ് ഫോറം സെക്രട്ടറി മുജീബ് റഹ്മാൻ വെങ്ങാടിന് നൽകിയായിരുന്നു പുസ്തക പ്രകാശനം. പുസ്തക രചയിതാക്കളിൽ ഒരാളായ മണികണ്ഠൻ കുളത്തൂർ, അബൂബക്കർ കുരുവമ്പലം, സത്താർ ആനമങ്ങാട്, മുത്തു മുസ്തഫ പുലാമന്തോൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട. അന്ത്യം ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വെച്ച്. വിട പറഞ്ഞത് 102-ാം വയസ്സിൽ, നിലച്ചത് നൂറ്റാണ്ടിൻ്റെ സമരബീജം. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ്. VSനോടുള്ള ആദരസൂചകമായി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി. 3 ദിവസത്തെ ദുഃഖാചരണം. VS എന്നും തനിക്ക് ആവേശവും ധൈര്യവും പകർന്നു തന്ന നേതാവെന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്ന നേതാവായിരുന്നു VS എന്നും പാലോളി. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രതിഷേധത്തിനിടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട സംഭവം പൊറുക്കാനാവാത്തതെന്ന വിദ്യാഭ്യാസ മന്ത്രി B ശിവൻകുട്ടി. തുടർഭരണ സാധ്യത മുന്നിൽ കണ്ട ചിലർ മനഃപൂർവ്വം സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി. കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം തുടരുന്നു. BJP PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 10 ദിവസം റോഡ് അടച്ചിട്ടിട്ടും വാടനാകുറിശ്ശിയിലെ റോഡ് പണി പൂർത്തിയാക്കാനായില്ല. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഓട്ടോറിക്ഷകളെ കടത്തിവിടാനുള്ള സൗകര്യമെങ്കിലും ചെയ്യണമെന്ന് സമരക്കാർ. മുണ്ടൂർ തൂത പാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് തലകീഴായി മറിഞ്ഞു. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ അപകടങ്ങൾക്ക് കാരണമായ കുഴികൾ താൽക്കാലികമായി അടച്ചു തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.